പ്രവൃത്തി പരിചയം, ഹാൻഡ് ബ്രേക്ക് വലിക്കാനുള്ള സാമർത്ഥ്യം. ചെറുക്കന് കോഴിക്കോട് പോകണം. ഹലോ ഗൈസ്, അങ്ങനെ കുഞ്ഞുമോന്റെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ അങ്ങനെ പാട്ടും പാടി കോഴിക്കോട് പോകണം. ഒരുവിധം കോട്ടൊക്കെ ഏതാ തുറന്നത്? 2 സുനുണ്ട് അവിടെ തുറന്നിക്കണ്. അങ്ങനെ പമ്പ് കയറി ഫുൾ ടാങ്ക് ആക്കി 100-110 ചീറിപ്പായും പരുമണി കട്ടിക്കുന്ന ആ പാട്ടാണ്. ഞാനരിക്കും പഴം നീ എടുക്ക് കലം വാഴകില വെട്ടാ നീ പോടാ സുനിയുടെ അവിയല് പൊളി. അങ്ങനെ ഫറൂഖിലുള്ള ലൈറ്റ് പാലം മറികടന്ന് ഞങ്ങൾ അങ്ങനെ ലുലു മാളിലെത്തി. ഞങ്ങൾ കുഞ്ഞുമോൻ സാഹസികമായി വണ്ടി വിട്ട് ലുലു മാൾ കയറിയിട്ടുണ്ട്. നേരം മണിയായതുകൊണ്ട് വാഷ്റൂമിൽ കയറിക്കാണ്ട് ഞങ്ങൾ അങ്ങനെ എസ്കലേറ്ററും കയറി നേരെ മേലേക്ക് ലുലു മാൾ ക്ലോസ് ചെയ്യാനായി കൂട്ടോ. പിന്നെ അവിടെ നേരെ താഴത്തേക്ക്. പിന്നെ ഒന്നും നോക്കില്ല, കാഴ്ചകളൊക്കെ കണ്ടാണ് നേരെ പുറത്തിറങ്ങി ഞങ്ങള്. നിങ്ങളൊക്കെ നേരം വെക്കി വന്നോണ്ടാണ് നമുക്കാളെ ലുലു മാൾ അടിച്ചെന്ന് പറഞ്ഞാൽ കുഞ്ഞുമോൻ പേരും ചീത്ത. കോട്ടക്കന്ന് ബസ്സിന് ഞാൻ കോഴിക്കോട്ടേക്ക് പോകും. അല്ല ഇത് കോഴിക്കോടാണ് ഞങ്ങൾ. ഓൻ തുറക്കും നാമത്തെ എന്താ പറഞ്ഞേ? ഉള്ളോല് കയറാന്നോ? ഉള്ളോല് കയറിക്കോളി. കേറിക്കോളി. ഉള്ളോല് കേറിക്കോളി. സൗകര്യമില്ല. എന്റെ മാനുവിന്റെ റൂമുണ്ട് ഇവിടെ ഫറൂഖില്. നിങ്ങളോട് പറയാൻ ആകെ കച്ചറ പിച്ചറ മാനാഞ്ചിറ കുറ്റിച്ചിറ ബിരിയാണി സെന്ററിന്റെ അടുത്തുള്ള കാലിക്കറ്റ് കഫ്തീരിയിൽ കയറി ചെല്ലുമ്പോ തന്നെ തിരിണ കോയൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിപ്പിടത്തിൽ ഇരിപ്പുറപ്പിച്ച് പ്ലേറ്റ് ആണ്. ആദ്യകാലത്ത് ഈ പ്ലേറ്റിലൊക്കെ അലുവുണ്ടായതിനുള്ള സങ്കടം പറഞ്ഞിരിക്കുമ്പോൾ ഓരോരുത്തർ ചേരുമ്പടി ചേർക്കണം. ഇത്ര അന്തല്ലാത്ത പറഞ്ഞില്ല ഞാൻ കാലിക്കറ്റ് കഫ്തീരി ആ പ്ലേറ്റ് ഒക്കെ 2 പ്ലേറ്റ് ഇതിലിപ്പോ ഡീസന്റ് ജനുള്ളൂ. അതിങ്ങനെ വരച്ചാളാ തീരുമാനം. അങ്ങനെ ചേരുമ്പടി ചേർത്ത് ഉത്തരം കിട്ടിയപ്പോൾ മധുഹൂത്തും മസാല ഷവായ എത്തിയിട്ടുണ്ട്. അങ്ങനെ അതിനൊരു ചെറിയ വലിയ പീസ് എടുത്ത് പ്ലേറ്റിക്ക് വെച്ച് കണ്ട് അതിമൊന്നും നല്ലൊരു പിച്ച് കാണും. അതാണ് കഴിച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ, വിശന്നിട്ടാണ് ഒന്നും ഭയങ്കര ടേസ്റ്റ്. നിങ്ങളോട് പറയാൻ ഈ മസാല ഷവായന്റെ മസാല ഇട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം. അങ്ങനെ ആനന്ദിച്ച് ആസ്വദിച്ച് കഴിക്കുന്നടിയിൽ മധുഹൂത്തിന്റെ റൈസും മസാല ഷവായും കൂട്ടിക്കാണ്ട് സൂചൻ ഫുൾ ടാങ്കിലാക്കി. അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങി കോപ്പൈലറ്റ് ആയ കുഞ്ഞുമോന്റെ കൂടെ വിദഗ്ധമായ പരിശീലനത്തിനൊടുവിൽ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ബീച്ചിലേക്ക്. അങ്ങനെ പാട്ടും കേട്ട് പാട്ടും പാടി ബീച്ച് കൂടി തേരാപ്പാര നടക്കുമ്പോണ്ട് ക്യാമ്പസുകൾ പാട്ടും പാടി പ്രകമ്പനം കൊള്ളിക്കണ ഷാഫിക്കാനെ കണ്ടപ്പോൾ ഇതേപോലെയാണ് എന്റെ മനസ്സിൽ ലൈറ്റാണ് കത്തിയത്. അങ്ങനെ ഐ ലവ് കോഴിക്കോടും കണ്ട് ഫോട്ടോ എടുത്ത് കണ്ട് ഫർലാക്കപ്പെട്ട അച്ചാറമ്പീടിയിൽ കയറി. അതെന്തായാലും നിർബന്ധമാണല്ലോ ബീച്ചിൽ വന്നാൽ. പിന്നെ സംഗതി ഇപ്പിലിട്ട് അടിപൊളിയാണെങ്കിൽ കോഴിക്കോട് ബീച്ചിൽ വന്ന് കാണി എപ്പോൾ തിന്നിട്ടുണ്ടെങ്കിലും തൊള്ളക്കും പള്ളക്കും ഒരു പുകച്ചിലാണ്. ഓവർഡോസ് ആയിട്ടുള്ള സുർക്കന്റെ ഒരു ഫീല്. അപ്പൊ പിന്നെ ആ പുകച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരു ചൊരണ്ടേസും വാങ്ങി കാണാൻ കഴിച്ചു നോക്കി. ഒരു സമാധാനം ഉണ്ട്, ആശ്വാസം. അപ്പൊ പിന്നെ ഷാഫിക്കാന്റെ പാട്ടും പാടിക്കാണ് ഞങ്ങൾ അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു. അപ്പം തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.